എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയറുകളാണ്. ഏകദേശം 23 ഷെയറുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 4 ഷെയറുകൾ ക്വസ്റ്റ് കോർപ്പറേഷൻ, റെഡിങ്ടൺ, നാറ്റ്കോ ഫാർമ, ഡാറ്റ പാറ്റേൺ, ഈ 4 ഷെയറുകൾ ആവറേജ് ഇന്ന് ട്രേഡായ ആവറേജ് വന്നിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ, ഇന്ന് ട്രേഡായ ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് അതിൽ സെല്ല് ചെയ്ത് ചാൻസ് എടുക്കാം. ക്വസ്റ്റ് കോർപ്പറേഷനുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 4 ഷെയറുകളും ഉണ്ട്. ഇനി അതിനകത്ത് നമുക്ക് വേറെ ഷെയറിനകത്ത് നമുക്ക് ഈ വൊക്കാർഡ് ഫാർമ ഇന്നലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നും നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ R1 ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നിട്ടോ അതല്ല R1 വന്നിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഏത് ലെവലിലാണ് വന്നിട്ട് ഇറങ്ങുന്നത് ആ സമയത്ത് നമ്മൾ എൻട്രി എടുക്കുക. നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ളത് ഒന്ന് ഈ പോളിസി ബസാറാണ്. പോളിസി ബസാറിൻ്റെ ഇത് നോക്കിയേ, ഹൈ നോക്കിയേ 1029.85, R1 നോക്കിയേ 1029.80. ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇത് ഇറങ്ങിയെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി ഷെയർ. അതുപോലെ ഓപ്പണിങ്ങിൽ കിട്ടണം. ഓപ്പണിങ്ങിൽ ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് കിട്ടുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ ചാൻസ് ഉള്ളത്. പിന്നീട് നമുക്ക് ഈ റെഡിങ്ടൺ നമ്മൾ ആവറേജ് വന്നിട്ട് ചാൻസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ കോൺഫിഡൻറ്റ് പെട്രോ എന്ന് പറയുന്ന ഈ ഷെയർ ഇത് കണ്ടില്ലേ, ഹൈ 120, R1 120.57. ഈ 2 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ 2 റേഞ്ചിന് താഴെ പോകുമ്പം ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ഒരു ഇറക്കം താഴോട്ട് കാണിക്കും അത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. KOCLൻ്റെ ഇത് കണ്ടില്ലേ, R1 590 ഹൈ വന്നിട്ട് 577. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നാളെ ഒരു മൂവ്മെൻറ്റ് വന്ന് 600 റേഞ്ചിൽ പോയിട്ട് ഈ റേഞ്ച് താഴെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് കിട്ടും. വേറെ ഇതിനൊരു BF യൂട്ടിലിറ്റി ചാൻസ് നോക്കാം. അതുപോലെ MRPLലും ഒരു 300 റേഞ്ച്, R1 397 കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ വന്നിറങ്ങുവാണെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു ഓപ്പണിങ് വരുമെന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആയിരിക്കും, ഹൈ മൂവ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഹൈ മൂവ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 5% മുകളിലോട്ടായിരിക്കും അത്. അപ്പോൾ 5% മുകളിലൊരു ലെവലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് നല്ലൊരു ചാൻസ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് അഥവാ അതിന് ശേഷമായിരിക്കും ഒരു മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ തന്നെ കിട്ടും. ഒരു പ്രാവശ്യം ഇറങ്ങിത്തരും ആ ഷെയർ. അപ്പോൾ ഈ ഷെയറുകളെല്ലാം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എനിക്ക് ഈ നാറ്റ്കോ ഫാർമ, ഡാറ്റ പാറ്റേൺ, ഇതൊക്കെ ഈ റേഞ്ച് ഈ ആവറേജിന് മുകളിൽ വന്നിട്ട് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിഫ്റ്റിയുടെ ലെവല് ഇന്ന് നിഫ്റ്റി 0.37% അപ്പിലായിരുന്നു, ബാങ്ക് നിഫ്റ്റി 0.32. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഷെയർ നോക്കുന്ന പോലെ ഈ R1 റേഞ്ചിൽ നിന്ന് വന്നിട്ട് ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് എടുക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഹൈയും R1 ഏകദേശം അടുത്തടുത്ത്. ഈ റേഞ്ചിൽ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത്ര ഷെയറുകളേ ഉള്ളൂ. ഇത് നമ്മൾ നോർമൽ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുക. ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതല്ല R1, R2, R3 ഏത് റേഞ്ചാണോ വന്നിട്ട് ഫസ്റ്റിലെ ഏത് റേഞ്ചാണോ കട്ട് ചെയ്ത് താഴോട്ട് വരുന്നത് ആ റേഞ്ചിൻ്റെ അവിടെ സെല്ല് ചെയ്യുക. അതിനുശേഷം അന്നേരം വരുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ചിന്തിച്ച് വരുമ്പോഴത്തേന് ഈ ഷെയറുകൾ താഴെ പോകും. അപ്പോൾ താഴെ പോയി നമ്മൾ സെല്ല് ചെയ്യേണ്ടി വരും. അതിലും നല്ലത് ലെവൽ കട്ട് ചെയ്താൽ ഉടനെ നമ്മൾ എൻട്രി എടുക്കുക. അത് അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ കാണുന്നതൊക്കെ അറിയാം, അത് തിരിച്ച് കയറാൻ ചാൻസ് ഉള്ളതാണോ എന്നൊക്കെ അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനെപ്പോഴും പറയുന്നത്, ലൈവിൽ കണ്ട് മനസ്സിലാക്കുക, മൂവ്മെൻറ്റ് കണ്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇന്നലെ നമുക്ക് എടുത്തിരുന്ന ഷെയറിനകത്ത് നമുക്ക് ചാൻസ് തന്ന ഷെയറുകൾ നോക്കാം. ഇന്നലെ എടുത്ത് വെച്ചിരുന്ന ഷെയറുകളാണ് ഇത് മുഴുവനും. ഇതിൽ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന 20 ഷെയർ, അതിൽ 12 ഷെയർ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റിന് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. 12 കാണിച്ചില്ലെങ്കിൽ ഞാനൊരു 5-6 ഞാൻ എടുത്തിട്ട് കാണിക്കാതെ ഗ്രാഫിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ
ഒന്ന് നാറ്റ്കോ ഫാർമ എന്ന് പറഞ്ഞ ഷെയർ, നാറ്റ്കോ ഫാർമ ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, നേരെ R1 പോയി, R1 താഴെ ഇറങ്ങി. നമ്മൾ ഇത് നേരെ ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ പോകണ പൊക്കോട്ടെ, നമ്മൾ ആ പോകുന്നതെല്ലാം വെയിറ്റ് ചെയ്യുക. എവിടെ നിന്നാണ് അത് തിരിഞ്ഞ ലെവൽ കട്ട് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ നോക്കി R1 താഴെ, ഇവിടെ R1 മുകളിൽ പോയി R2 പോകാതെ R1 താഴെ ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും, ഈ ഹൈയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. നമ്മൾ എൻട്രി എടുക്കുന്നത് 1088 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് ഇത് കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ 30-35 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റാണ്. പിന്നെ ആ ഇന്നലത്തെ ആ ഒരു ഹൈയിൽ അത് സപ്പോർട്ട് എടുക്കുന്നുണ്ട്, കണ്ടില്ലേ, ഫുൾ സപ്പോർട്ട്. പക്ഷേങ്കിൽ പിന്നീട് അത് ഹൈ അടിച്ചിട്ടില്ല. നമുക്കൊരു 30-35 രൂപ ഈസി ആയിട്ട് ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് ശേഷം ഡാറ്റ പാറ്റേൺസ്, ഈ ഷെയറുകളെല്ലാം ഇന്ന് നാളത്തേനുള്ള ട്രേഡിങ്ങിന് എടുത്തിട്ടുണ്ട്. നാളെ ഇപ്പോൾ ഇത് ആവറേജ് വരുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. ഡാറ്റ പാറ്റേൺസ് നോക്കി, ഓപ്പണിങ്ങിൽ നേരെ ഒരു ഹൈ അടിച്ചു, ഇതാണ് ഹൈ. എന്നാൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതാണ് ഹൈ. നോക്കി, ആ ഓപ്പണിങ്ങിൽ ആ ഒരു ഹൈ അടിച്ചതിന് ശേഷം ഇവിടെ വന്ന് കട്ടായി. ഇവിടെ വന്ന് കട്ടാകുമ്പോൾ നമ്മൾ നോർമൽ എൻട്രി എടുക്കും. പക്ഷേങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് ഈ ഹൈയുടെ മുകളിലാണ്. ആ ഹൈയുടെ മുകളിൽ പിന്നെ വന്നിട്ടില്ല. നമ്മളിവിടെ ഉണ്ട്, പക്ഷേ ഇത് കുറേ നേരം നമുക്കിട്ട് ടെൻഷൻ തരും. ഇത് കണ്ടില്ല, മൂവ്മെൻറ്റ് നല്ല രീതിയിൽ. നമ്മളിവിടെ ഒരു 2118, 2120 റേഞ്ച് എടുത്തതെങ്കിൽ നമ്മൾ ഇടേണ്ട സ്റ്റോപ്പ് ലോസ് 2160 മുകളിൽ. അത് നല്ല റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേങ്കിൽ വെയിറ്റ് ചെയ്തവർക്ക് നമ്മളിവിടെ 2120 എടുത്താൽ ക്ലോസിങ് ആകുമ്പോഴത്തേന് 2049-45 വരെ വരുന്നുണ്ട്. 55-ഉം ഏകദേശം 73 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. സ്റ്റോപ്പ് ലോസ് ഹൈ ഇട്ട് വിട്ടവർക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ഞാനിതിൽ ഒരു എൻട്രി ഇവിടെ തന്നെ ഈ റേഞ്ചിൽ എടുത്തിട്ട് ഞാനൊരു 100 ഷെയറേ ചെയ്തുള്ളൂ. പക്ഷേ അതിലൊരു 22-23 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അതിന് ശേഷം FCL എന്ന് പറയുന്ന ഷെയർ, FCLും ശ്രദ്ധിക്കുക, കണ്ടില്ലേ, ഓപ്പണിംഗ് ഹൈയിൽ പോയി, ഇതാണ് ഹൈ. നമ്മളവിടെ മാർക്ക് ചെയ്ത് നോക്കി, പിന്നീട് ആ ഹൈ വന്നിട്ടില്ല. ഈ റേഞ്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 455 ഒരു എൻട്രി എടുത്താൽ നോക്കി 440, 15 രൂപ. പിന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 433. വീണ്ടും ഒരു 12 രൂപ, 27 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ടെക്നോ ഇലക്ട്രിക് എന്ന് പറയുന്ന ഷെയർ, ടെക്നോ ഇലക്ട്രിക് നല്ല പ്രോഫിറ്റായിരുന്നു. ഓപ്പണിങ്ങിൽ അത് നല്ല ഹൈയിൽ പോയി, R1 മുകളിൽ പോയി, തിരിച്ചിറങ്ങി. നമ്മൾ ഈ റേഞ്ച് ഒരു എൻട്രി എടുക്കും, ഹൈയിൽ കൊണ്ട് സ്റ്റോപ്പ്. നമ്മളിവിടെ ഒരു എൻട്രി എടുത്ത് 854 എൻട്രി എടുത്താൽ നോക്കി 808, ഏകദേശം 46 രൂപ പ്രോഫിറ്റ്. വീണ്ടും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 784. എന്നോ പോക്കാത് പോയത്. നമ്മുടെ എൻട്രി 855, 784, 10-70 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടിയതിന്. നമ്മൾ ഇത്രയും നേരം വെച്ചോണ്ടിരിക്കും. നമുക്കൊരു 10 ഇതുപോലെ വലിയ ഷെയർ ആണെങ്കിൽ 700-800 റേഞ്ചിലുള്ള ഷെയർ ആണെങ്കിൽ ഒരു 10 രൂപ 15 രൂപയ്ക്കൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. പിന്നെ നമുക്കതിൻ്റെ മൂവ്മെൻ്റൊക്കെ കണ്ടിട്ട് പിന്നെ എൻട്രി ചെയ്യാം. തിരിച്ച് വീണ്ടും ആവറേജ് വരുന്ന സമയത്തൊക്കെ എൻട്രി ചെയ്യാം. പക്ഷേങ്കിൽ നമ്മൾ ഒറ്റ ഒരു എൻട്രി എടുത്ത് ഫസ്റ്റ് എൻട്രി കിട്ടുന്ന സമയത്ത് അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വിടുക. കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടവർക്ക് കൂടുതൽ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ചാൻസ് തന്ന ഷെയറുകളാണ് NIACL എന്ന് പറയുന്ന ഷെയർ, നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഷെയർ. കണ്ടില്ലേ, ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് നേരെ വന്ന് R1 അടിച്ചു, തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 304 എൻട്രി എടുത്താൽ 290, 14 രൂപ പ്രോഫിറ്റ്. ജസ്റ്റ് എല്ലാം ഓടിച്ചൊന്ന് കാണിക്കുക. നവ എന്ന് പറയുന്ന ഒരു ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, 518 ഇറങ്ങി. 518 നമ്മൾ എൻട്രി എടുത്താൽ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ 508, 10 രൂപ എടുത്ത് പ്രോഫിറ്റ് ആണ്. പിന്നെ ലാസ്റ്റ് ടൈമിൽ അത് കുറച്ച് കയറിപ്പോയി. ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ എൻട്രി എടുക്കത്തില്ല. അതിനുശേഷം ആസ്ട്ര മൈക്രോ എന്ന് പറയുന്ന ഷെയർ,
ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, പക്ഷേ R1 പോയില്ല. തിരിച്ച് പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് നമ്മളിവിടെ എൻട്രി എടുക്കും. ഹൈയിൽ സ്റ്റോപ്പ് ലോസ് 676 എൻട്രി എടുത്താൽ 649 27 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജിക്രി എന്ന് പറയുന്ന ഷെയർ, ജനറൽ ഇൻഷുറൻസ്, അതും അതുപോലെ എന്താ പ്രീവിയസ് ഡേ ഹൈ ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങി. ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ 443-40 റേഞ്ചിലൊക്കെ എടുത്താൽ നമുക്ക് 428, ലാസ്റ്റിലത് 416 വരെ വരുന്നുണ്ട്. അതിനുശേഷം സ്കിപ്പർ എന്ന് പറയുന്ന ഷെയർ, സ്കിപ്പർ ഓപ്പണിങ്ങിൽ R1 മുകളിൽ R2 മുകളിൽ പോയി തിരിച്ചിറങ്ങി. വൺ സൈഡ് മേളിലോട്ട് പോയി R2 മുകളിൽ പോയിട്ട് ഇറങ്ങി. നമ്മൾ ഈ 352 റേഞ്ച് വരെ എൻട്രി എടുത്താൽ 336 കണ്ടില്ലേ, 335 റേഞ്ച്. അതിനുശേഷം BGR എന്നൊരു ഇത് തന്നിട്ടുണ്ട്. BLSE എന്ന് പറയുന്ന ഷെയർ, ഇതൊക്കെ നമുക്ക് പ്രോഫിറ്റ് നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ട്രേഡിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഷോർട്ട് ടൈം കോൾ കൊടുത്ത കുറേ കോളുകൾ അതെല്ലാം നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. VST ടില്ലേഴ്സ് എന്ന് പറയുന്ന ഷെയർ 3000 റേഞ്ചിൽ നിന്ന് 3280 വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മെട്രോ ബ്രാൻഡ് എന്ന് പറയുന്ന ഷെയർ 1020 അതിൽ നിന്ന് 1177 ആ റേഞ്ചിലോട്ട് പോയിട്ടുണ്ട്. പിന്നീട് ദേവയാനി എന്ന് പറയുന്ന ഷെയർ 148-150 റേഞ്ചിൽ പറഞ്ഞതാണ്, അത് വന്നിട്ട് 166 മുകളിലാണ് ക്ലോസിങ്. UPL എന്ന് പറയുന്ന ഷെയർ 450-65 റേഞ്ചിൽ കൊടുത്തതാണ്, 450 വരെ വരികയും ചെയ്തായിരുന്നത്. അത് ഇന്ന് 500 റേഞ്ചിനടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം വേറെ ഷെയറുകളുണ്ട്. പിന്നെ AU ബാങ്ക്, അതാണ് നമ്മൾ കൊടുത്ത റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്. AU ബാങ്ക് നമ്മൾ 590 റേഞ്ചിൽ കൊടുത്തു. അത് പക്ഷേ 580 വരെ വന്നിട്ട് തിരിച്ച് കയറി 600 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിനകത്ത് നല്ല പ്രോഫിറ്റ് കിട്ടും. മുത്തൂറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതും പിന്നെ നമ്മൾ കൊടുത്തൊരു റേഞ്ച് ഉണ്ടായിരുന്നു 330-300 റേഞ്ച്, 330-305 ആ റേഞ്ചാണ് പറഞ്ഞത്. അത് 300-അടുത്ത് വരെ വന്നിട്ട് തിരിച്ച് കയറിപ്പോയി. ഇപ്പോൾ അത് 325-26 ഉണ്ട്. അതും വരും ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ AU ബാങ്കും പിന്നെ ഏതാണ് മുത്തൂറ്റ് ക്യാപിറ്റലുമാണ് അധികം മൂവ്മെൻറ്റ് കിട്ടാതിരിക്കുന്നത്. ബാക്കി എല്ലാ ഷെയറിനകത്തും ഞാൻ ഏകദേശം ഒരു 35 കോളോളം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. ആ 35 കോളി ബാക്കിയുള്ളതിനകത്ത് എല്ലാ ഷെയറിനകത്തും മിനിമം ഒരു 5% എങ്കിലും പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 5% തൊട്ട് 30% മുകളിൽ വരെ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 മാസം കൊണ്ടാണ് ഈ കൊടുത്തിട്ടുള്ളതെല്ലാം. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഷോർട്ട് ടൈം കോൾ തന്നാൽ റിസ്ക് എടുക്കുന്നവർക്ക്, റിസ്ക് എന്ന് പറയുന്നത് ഇല്ല, ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കാറില്ല. എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്, ഞാൻ കൊടുത്താൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വലിയ പരിക്കില്ലാതെ വെളി വരാൻ പറ്റുമെന്നുള്ളത്. അഥവാ ഇച്ചിരി ഇറങ്ങിപ്പോയാലും അതിനേക്കാട്ടി സ്പീഡിൽ കയറി വരും ആ ഷെയറുകൾ. അപ്പോൾ ഷോർട്ട് ടൈം കോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. അതിനകത്തൂടെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് പ്രോഫിറ്റബിൾ ഡേ ആയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.